ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എല്ലാ മക്കൾക്ക് എജുപോട്ടിന്റെ ഇതൊരു പ്രത്യേകമുള്ള വീഡിയോ. എന്താണ് എല്ലാവരും ചോദിക്കാറുണ്ട്, എസ് എ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ. എടാ, കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതിലെന്തില്ല, വെറും വർത്താനം, 1 വേർഡ് 3 മാർക്ക് 2 മാർക്ക്. നോ, ആ പരിപാടിയില്ല. ഇത് വലുത് വരട്ടല്ല, ചെറുത് പോട്ടെ. ഓക്കെടാ, വലുത് തന്നെ വരട്ടെ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്. റീജിയണൽ ആസ്പിറേഷൻ, പ്രാദേശിക അഭിലാഷങ്ങളിൽ നിന്ന്. മക്കളെ, ഏതായിരുന്നു ആ 8 മാർക്കുള്ള ക്വസ്റ്റ്യൻ? ഒന്ന്, നോർത്ത് ഈസ്റ്റിന്റെ പ്രശ്നങ്ങളാണ്. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ ഒരു പ്രാദേശിക അഭിലാഷങ്ങൾ വലുതായിരുന്നു. ആ വിഷയങ്ങൾ എന്തായിരിക്കണം ഒന്ന് വിശദമാക്കാൻ. എന്താണ് അവരുടെ, അപ്പൊ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. മക്കൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കണം. ഈ പോയിന്റ്സ് മാത്രമല്ല, ടെക്സ്റ്റിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. നമ്മളിത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ലൈവിലും കാര്യങ്ങളൊക്കെ ബാക്കി പറയുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടാൽ മതി. മോഡൽ എക്സാമിന്റെ ലൈവ് ഉണ്ട്, ഇനിയിപ്പോൾ മാരത്തോൺ ലൈവ് ഉണ്ട്, ഇപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ലൈവ് ഉണ്ട്. അതിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. മെയിൻ റീസൺസ് ഓഫ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് റീജിയണൽ ആസ്പിറേഷൻ. എന്താണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഐസൊലേറ്റഡ് ഫ്രം ദി ഇൻലാൻഡ്. എന്ന് വെച്ചാൽ വൻകരയിൽ നിന്ന് അവർ ഒറ്റപ്പെട്ട പോലെയാണ്. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാം മക്കളെ? സപ്ത സഹോദരിമാരെന്നാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടും. ആരെയാണ്? മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, ആസാം, അരുണാചൽ പ്രദേശ്, അങ്ങനെ തുമ്പിക്കൈ പോലെ കിടക്കുന്ന ഭാഗം കണ്ടിട്ടില്ലേ മക്കളെ? അവരെന്നാണിത്. അവരൊരു ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാത്ത പോലെ, ഒറ്റപ്പെട്ട് പറഞ്ഞത് അവർ ശരി തന്നെയാണല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം ഇന്ത്യയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ. അതാണ് ഐസൊലേറ്റഡ് ഫ്രം ദി മെയിൻ ലാൻഡ് എന്ന് പറഞ്ഞത്. ഇനി വേസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ. എടാ, അവർക്ക് അതിർത്തികൾ ഒരുപാടുണ്ട്. അതപ്പോൾ നമ്മൾ അതിർത്തികൾ ഒരുപാടുണ്ടായാലും എന്താ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പല അതിർത്തി എന്തായിരിക്കും, അതാണ് പറഞ്ഞത്. ഇൻഫ്ലക്സ് മൈഗ്രൻസ് ഫ്രം നൈബറിംഗ് സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്. ഇവിടെ ഒരുപാട് മൈഗ്രൻസ് എന്ന് വെച്ചാൽ കുടിയേറ്റക്കാർ വന്ന് നമ്മളെ വീട് വലുതായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ കയറിക്കോളൂ 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം എന്താ പറയാ, ബാക്കി ഞാൻ പറയണില്ല. അപ്പൊ അതൊരു വിഷയം തന്നെയാണ്. പിന്നെ വീക്ക് കമ്മ്യൂണിക്കേഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ. എടാ, ഇന്ത്യയുമായിട്ട് ഒരു വീക്ക് കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും ഒരു ഇതില്ല. ഇന്ത്യന്റെ ഉള്ളിലൊക്കെ അവർ എന്തോ പുറത്തു പോയി കിടക്കുന്ന പോലെയാണ്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ തന്നാളെന്ന് പറയുന്നത്. അതാണ് അവരുടെ വിഷയം. പിന്നെ ഇൻഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ എന്താ, ദ കോംപ്ലക്സ് സോഷ്യൽ ക്യാരക്ടർ ആൻഡ് ബാക്ക്വേർഡ്നെസ് ഓഫ് ദി റീജിയൻ. അവരെപ്പോഴും എന്താ പിന്നോക്കാണ് ആയിപ്പോകുന്നത്. അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, വടക്ക് കിഴക്കൻ രാഷ്ട്രീയത്തെ ഓരോ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഡിമാൻഡ് ഓഫ് ഓട്ടോണമി, സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ വിഘടനവാദങ്ങളൊക്കെ വന്നു. അതിന്റെ ഉള്ളിൽ തന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, തോക്കും വാളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യാണ്, ഞങ്ങൾക്ക് ഒറ്റക്ക് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് ആൾക്കാരൊക്കെ ഇറക്കി കൊടുക്കുകയാണ്. പാകിസ്ഥാൻ നിങ്ങൾക്ക് കുറച്ച് പട്ടാളക്കാരും കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾ ഇന്ത്യക്കാരുമായിട്ട് തല്ലുകൂടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ കാര്യം. ഇത് കണ്ടോ, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ്, എക്സെട്ര ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ഒരു ട്രൈബൽ സ്റ്റേറ്റുകളാണ്, ആ ഒരു ഗ്രൂപ്പാണ്, ഒരു ഗോത്രങ്ങളാണ്. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മതി എന്ന് പറയുന്നത്. ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി, അതുപോലെ തന്നെ സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ വിഘടനവാദങ്ങൾ കണ്ടോ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ അവരൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പിന്നെ മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡ്, അല്ലെ, ഔട്ട്സൈഡ് പുറത്തുനിന്ന് വന്ന ആളുകൾക്കെതിരെയുള്ള ഒരു ഔട്ട്സൈഡ് കാര്യങ്ങളുണ്ടായിരുന്നു, പുറത്തുനിന്നുള്ളവർക്കെതിരെയുള്ള നീക്കം, ഇതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എസ് എ ക്വസ്റ്റ്യൻ ഇതൊക്കെ ആഡ് ചെയ്യണം മക്കളെ. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രാജീവ് ഗാന്ധിയുമായിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ലാൽ ദങ്ക അവരൊക്കെ കൂടി ഒരു ഇത് നടത്തണം. ആസാമിലുള്ള ലാൽ ദങ്ക, പിന്നെ മിസോറാം നാഷണൽ ഫ്രണ്ടിന്റെ മുതലാളി എന്നാ പറയുന്നത്. ആരാണ്? ഓണറുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഓണർ വീണ്ടും ഓണർ എന്നല്ല, ആരാണ് ലീഡർ, നേതാവ്, അവരുമായിട്ട് എന്ത് ചെയ്യാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്, ഇതൊരു 5 മാർക്കിനാണ് 2023 ചോദിച്ചത്, പക്ഷെ അത് 6 മാർക്കിനും ചോദിക്കാം. കാശ്മീർ ഇഷ്യൂസ്. കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് കേവലം എന്ത് മാത്രമല്ല, നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള വിഷയം മാത്രമല്ല, പിന്നെ ആര് തമ്മിലാണ്, ഇന്ത്യയുടെ ലാൻഡ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ബാഹ്യവും ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതെന്ത് ചെയ്യാൻ വിലയിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബാഹ്യ എക്സ്റ്റേണൽ ഡിസ്പ്യൂട്ട്സ് എന്താണ്, കാശ്മീർ വാലിയിലുള്ള പാകിസ്ഥാൻ എന്താണ് ക്ലെയിം, പാകിസ്ഥാന്റെ അവകാശവിധം. അങ്ങനെ 1947 പാകിസ്ഥാന് കാശ്മീർ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡൊമിനൻസിനെ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഡൊമിനേഷൻ നടത്തിയിരുന്നു അവിടെ. അതൊരു വിഷയമാണ്. പിന്നെ കാശ്മീരിന്റെ 1/3 ഭാഗം ആരുടെ കയ്യിലാണ്, പാകിസ്ഥാന്റെ കയ്യിലാണ്. അങ്ങനെ ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ആസാദ് കാശ്മീർ. പിന്നെ എന്താണ് ഉള്ളിലുള്ള തർക്കങ്ങൾ, ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ് എന്താണ്, കാശ്മീർ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 370 അതിപ്പോ കേസൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്, ഒഴിവാക്കിയിട്ടില്ല, അതിന് കേസ് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ആർട്ടിക്കിൾ 370 എന്താന്ന് ഞാൻ പറയുന്നത്, ഒന്ന്, അവർക്ക് മാത്രം മറ്റുള്ള സ്റ്റേറ്റ് പോലെ, ഇപ്പൊ കേരളത്തിൽ കേന്ദ്രം ഒരു നിയമം പറഞ്ഞാൽ അത് കേരളത്തിലും ബാധകമാണ്. പക്ഷേ ആർട്ടിക്കിൾ 370 പ്രകാരം അവർക്ക് അത് ബാധകമല്ല. അത് അവരുടെ സ്റ്റേറ്റ് തന്നെ പറയണം, ഓക്കെ ഞങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു മാത്രം പറഞ്ഞാലേ അവർക്ക് ബാധകമുള്ളൂ. അങ്ങനെ ഈ ആർട്ടിക്കിൾ 370 പ്രശ്നം വേറെ ഉള്ളിലായിട്ട് നടക്കുന്നുണ്ട്. ഇനി 1.9 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ. ഇതിലുള്ള മക്കളെ 1989 നടന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് ഒരു എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് നോട്ട് അല്ല, എസ് എ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏതൊക്കെ പോയിന്റ് ആണ് വരുന്നത്? ഒന്ന്, കോൺഗ്രസ് പാർട്ടി തോറ്റു.
1989 ശേഷം കോൺഗ്രസ് പാർട്ടിന്റെ പരാജയം അത് പറയുന്നുണ്ട്. മണ്ഡൽ ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മണ്ഡൽ ഇഷ്യൂ എന്താണെന്നുള്ളത് ഇതാ ഉയർന്ന മണ്ഡൽ പ്രശ്നം. ന്യൂ എക്കണോമിക് പോളിസി 1991 ന്യൂ എക്കണോമിക്സ് പോളിസി ഏതൊക്കെ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലെ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. പിന്നെ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധിയുടെ മരണം അതൊരു ഭയങ്കര സംഭവം 1989 ശേഷമുള്ള കാര്യം. പിന്നെ ബാബരി മസ്ജിദ്, അയോധ്യയിലുള്ള ബാബരി മസ്ജിദിന്റെ പ്രശ്നങ്ങൾ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കലൊക്കെ ഉണ്ടായത്. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അതൊന്ന് എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. പിന്നെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിക്ക പാർട്ടികൾക്കും ഇടയിലുണ്ടായ സമവായത്തിന്റെ 4 മേഖലകൾ അല്ലെങ്കിൽ 4 കാരണങ്ങൾ എഴുതുക. ഏതൊക്കെയായിരുന്നു? ഒന്ന്, എല്ലാ പാർട്ടിക്കാർക്കും പുത്തൻ സാമ്പത്തിക നയങ്ങളോട് ഒരു യോജിപ്പുണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അത് പറഞ്ഞില്ലേ, അതിനോടൊരു യോജിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ 1991 വന്ന ന്യൂ എക്കണോമിക് പോളിസിയോട് എല്ലാവർക്കും 4 പാർട്ടി 1990 ആയപ്പോഴേക്ക് എന്താണ് 4 പാർട്ടികളായി മാറി. കാരണം കോൺഗ്രസ് വേറെ പോയി, BJP വന്ന്, CPM അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും എന്താണ് ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും ഒരു ഐക്യത്തിലാണ്. എന്തൊക്കെ? ഒന്ന്, പുത്തൻ സാമ്പത്തിക നയങ്ങളോട് യോജിപ്പുണ്ടായിരുന്നു. പിന്നെ പിന്നോക്ക ജാതിക്കാരുടെ രാഷ്ട്രീയ സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ യോജിപ്പുണ്ട്. ബാക്കിൽ നിന്നുള്ള ആൾക്കാർക്ക് എന്താണ് സമൂഹത്തിൽ മുന്നിലേക്ക് വരണം, ഈ കാര്യത്തിൽ എല്ലാവരും യോജിപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടില്ല. പിന്നെ സംസ്ഥാന പാർട്ടികൾക്ക് കേന്ദ്ര ഭരണത്തിലുള്ള പ്രാധാന്യം എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സംസ്ഥാന പാർട്ടികൾക്ക് കേന്ദ്രത്തിൽ എന്തുണ്ട്? ഒരു പ്രാധാന്യമുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ പ്രത്യയശാസ്ത്രം നിലപാടിനേക്കാൾ പ്രായോഗിക പരിഗണനയ്ക്ക് എല്ലാ പാർട്ടികളും പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യയശാസ്ത്രം, ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം നിലപാടിനേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രായോഗിക പരിഗണനകൾക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ 4 എന്ത് ചെയ്യണം? നോക്കിപ്പോണം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത്രയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള essay ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റേഴ്സിൽ നന്നായിട്ട് essay ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് നമ്മുടെ ബാക്കി ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബൈ. അടിപൊളിയാക്കണം, സെറ്റ് ആക്കണം, സെറ്റ്.